അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ഒന്നൊന്നര ചോറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സുർബിയൻ റൈസ് പലരും ഉണ്ടാക്കിയിട്ടെല്ലാം ഉണ്ടാവും, പക്ഷേ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ഒരു 2 ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെമ്പിൽ തന്നെ ചിക്കൻ കുക്ക് ചെയ്യുന്നതും ചോറ് ദമ്മിടുന്നതും എല്ലാം, അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്പിൽ തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ പാത്രമൊന്നും എന്താ പറയുക എടുക്കണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ 2 ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം നമ്മളൊരു ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മസാല റെഡിയാക്കുന്ന. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഉള്ളി ഉണ്ടല്ലോ, അതും ഈ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളും ചേർക്കാനുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പാപ്രിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപ്രിക്ക ഇടാം, ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി. ഞാനിപ്പോൾ ഇത് മുളക് പൊടി ഇടുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ, ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ ചെറിയ ജീരകം, അത് പൊടിച്ചതും, പിന്നെ ഇതാ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര്. ഇതുമെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ച് എടുക്കുക. ഇത് ഈ അരപ്പ് എന്ത് ചെയ്യുക, നമ്മളിനി ഈ ചിക്കനിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക, ഒരു മസാല എല്ലാം നമുക്ക് ഉള്ളിലോട്ടൊന്ന് പിടിക്കാൻ. ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ഉപ്പും, പിന്നെ ഞാൻ നേരത്തെ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. എന്നിട്ട് നമ്മളിതാ ഈ അരച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു എന്താ പറയുക, ഒരു മിനിമം ഒരു 1/2 hour വെക്കുക. എന്നാൽ മസാലയെല്ലാം നല്ലോണം പിടിക്കും. എല്ലാം നല്ലോണം ഒന്ന് കൈ കൊണ്ട് എല്ലാ ചിക്കനിൽ എന്താ പറയുക, ചിക്കനിലോട്ടെല്ലാം നല്ലോണം ഒന്ന് മസാല പിടിക്കണം. എല്ലാത്തിലും നല്ല സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. എനിക്കിപ്പോൾ ടൈം അത്ര ഇല്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഈ ഉള്ളി പൊരിച്ചിട്ടുള്ള ആ കുറച്ച് ഓയിലുണ്ടല്ലോ, കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് മാറ്റിയിട്ട് ഒരു എന്താ പറയുക 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതിലേക്ക് നമ്മൾ ഈ ചിക്കനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ ഇതാ ആ മിക്സിയിൽ ഗ്രൈൻഡറിൽ നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, അതിലൊരു കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് ഇട്ടതാണ്. ചില ആൾക്കാരിടും, ചില ആളിടില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ അവിടെ അടച്ച് വെച്ചിട്ട് എന്താ പറയുക വേവിക്കാൻ വേണ്ടി വെക്കും. പിന്നെ നമുക്ക് ഇതാ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ചോറിന് വേണ്ടിയിട്ട് ഞാനിത് 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, 2 ഗ്രാമ്പു, 3 ഏലക്കായ്, ഒരു കഷ്ണം പട്ട, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ള, അത് എന്താ പറയുക കഴുകിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ 4 കപ്പ് വെള്ളം. ഈ ചോറിങ്ങനെ ഫുള്ളായിട്ട് വേവിക്കില്ല, 1/4 വേവാകുമ്പോൾ നമ്മളതൊന്ന് എടുത്തിട്ട് എന്താ പറയുക മസാലയിലിട്ടിട്ട് ബാക്കി ദമ്മാക്കും. അപ്പോൾ ആ ദമ്മെന്ന് ഇതെല്ലാം വേകുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു ഡ്രൈഡ് ലെമൺ ഇട്ടിട്ടുണ്ട്, ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, നേരത്തെ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ഈ ചോറൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചോറെല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇത് 1/4 വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെന്ത പോലെ കാണുമെങ്കിലും കുറച്ച് ചൂടാറുമ്പോൾ എന്താ പറയുക കുറച്ച് വിട്ട് ഇതായിട്ട് വരും. അപ്പോൾ ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും, പിന്നെ കുറച്ച് മല്ലിയിലയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാനൊരു ഇത്തിരി കുങ്കുമം കലക്കാൻ എന്താ പറയുക കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഈ കുങ്കുമം ഇടണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുക. ഇനിയിപ്പോൾ ഇത് ആ സമയം കൊണ്ട് നമുക്ക് ഈ ചോറിന് പറ്റിയൊരു ചട്നി വേണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കാം. നമ്മൾ ഈ കപ്സിൻ്റെയും മന്തിൻ്റെ എല്ലാം കൂടെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി, പഴുത്ത വലിയൊരു തക്കാളിയും ഒരു പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങളിത് അരക്കുമ്പോൾ കുറച്ച് വലിയ മിക്സിയിൽ തന്നെ അരക്കുക. ഞാൻ ഈ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടുകൊണ്ട് ഫുള്ള് തെറിച്ചിട്ട് പുറത്തേക്കെല്ലാം നല്ല പണിയായിരുന്നു. അപ്പോൾ വലിയ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അരക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് എന്താ പറയുക, കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചോറിലൊന്ന് എന്താ പറയുക, മസാലയിലോട്ടൊന്ന് ഇടാനുണ്ടല്ലോ, ഒന്ന് ദമ്മാക്കാനുണ്ട്. അപ്പോൾ മസാലയെല്ലാം ചിക്കനെല്ലാം നല്ലോണം വെന്ത് ഇനിയിപ്പോൾ ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ബിരിയാണി പോലെ 2 ലെയർ അങ്ങനെയൊന്നും വേണ്ട, എല്ലാം എന്താ പറയുക ചോറ് ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ. ഇതിലിപ്പോൾ ഞാനിതാ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ സാഫ്രോൺ ഉണ്ടല്ലോ, കുങ്കുമം, അതൊന്ന് ഇതിൽ കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്കിപ്പോൾ കുങ്കുമം ഇല്ലെങ്കിൽ ബിരിയാണി ഫുഡ് കളറുകളുണ്ടല്ലോ, അല്ലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ എന്തെങ്കിലും കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ റെഡ് കളർ ഒഴിക്കുന്നുണ്ട്. അത് തീരെ ആവശ്യമില്ല, നിങ്ങൾ ഒഴിക്കുകയേ വേണ്ട. ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കാണാനും വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് മാത്രം ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മേലെ എന്താ പറയുക കുറച്ച് മല്ലിയിലയും പിന്നെ നെയ്യിൽ വറുത്ത നട്ട്സും കിസ്മിസും പിന്നെ കുറച്ച് ഉള്ളിയും അതെല്ലാം ഒന്ന് പൊരിച്ചിട്ടിട്ട് കൊടുക്കുക. ശരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചോറാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നല്ലോണം ഫോയിലുണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ചെറിയ തീയിലൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലോണം അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലും നല്ല അടിപൊളി ചോറാണ്. ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഉച്ചക്കായാലും രാത്രിയായാലും ഏത് പാർട്ടിയിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഈ ചോറിൻ്റെ കൂടെ എന്താ പറയുക പുതിന ഇട്ട നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.